friends, Orotti food channel പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുട്ടനാടൻ താറാവ് കറിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നാടൻ താറാവിനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 2 kilograms വെയിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ താറാവ് നന്നായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അപ്പോൾ ഇത്തരത്തിൽ വെള്ളം ഒഴിച്ച് ഒരു 2-3 തവണ കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ചിക്കൻ പോലെയല്ല, താറാവിൻ്റെ കാര്യം അറിയാമല്ലോ, താറാവിന് കുറച്ചുകൂടി ഒരു ബാഡ് സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ വൃത്തിയാക്കി കഴുകി എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 വട്ടമൊക്കെ കഴുകാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ താറാവിറച്ചി നല്ല വൃത്തിയായി കിട്ടും. അപ്പോൾ നമ്മൾ താറാവിറച്ചി നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ കൂടിയാണോ തേങ്ങാപ്പാൽ പിടിക്കുന്നത്? ചെയ്തു. അപ്പം നമ്മൾ 1-ാം പാല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാലും 3-ാം പാലും വേണം അല്ലേ? അപ്പം വേണം. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, പച്ചമുളക്, ഉള്ളി, സവാള ഇടാം. ആവശ്യത്തിന് ഉപ്പിട്ട് വിടും.
കുട്ടനാടൻ താറാവ് കറി വെക്കുമ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല അല്ലേ അപ്പം? ഒട്ടും ചേർക്കുന്നില്ല. തേങ്ങാപ്പാലിൽ തന്നെയാണ് കുറുക്കിയെടുക്കുന്നത് അല്ലേ? അതെ, രണ്ട് കുറുകി വരുന്നു. അപ്പം ആദ്യം മൂന്നാം പാല് ചേർക്കാറായോ? ചേർക്കാറായി. അപ്പോൾ നമ്മുടെ കറി ഇനി മൂന്നാം പാലിൽ നന്നായിട്ട് തിളച്ച് കുറുകി വരണം. എന്നിട്ട് വേണം രണ്ടാം പാലും ഒക്കെ ഒഴിച്ച് സെറ്റാക്കാനായിട്ട്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാലിൽ തന്നെയാണ് കുട്ടനാടൻ താറാവ് കറി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചതച്ച കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം. കാരണം നമ്മൾ മുളക് പൊടി, ഉണക്കമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. എരിവിനായിട്ട് നമുക്കുള്ളത് പച്ചമുളകും അതുപോലെ കുരുമുളക് പൊടി മാത്രമാണ്. അതുകൊണ്ട് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 കിലോഗ്രാം താറാവ് ഇറച്ചിയാണ് നമ്മളിപ്പോൾ കറി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന മൂന്നാം പാല് അത്യാവശ്യം ഒന്ന് വറ്റി കുറുകി വരുമ്പോഴേക്കും നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ ഈ താറാവ് ഇറച്ചി ഈ തേങ്ങാപ്പാലിൽ തന്നെയാണ് വെന്ത് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് മൂടി വെക്കാം. മൂടി വയ്ക്കാം. അപ്പം കറി ചെറുതായിട്ട് കുറുകി തുടങ്ങി. നമുക്കപ്പോൾ രണ്ടാം പാൽ ഒഴിക്കാം. ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇഷ്ടമായോ? അപ്പോൾ ഇറച്ചി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മളിനി ഒന്നാം പാൽ ഒഴിക്കാൻ പോകാം അല്ലേ? ഇനിയിപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം അല്ലേ? ഒരു അരമണിക്കൂർ മൂടി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കുട്ടനാടൻ താറാവ് കറി റെഡിയാവും.
ഇച്ചി കറിവേപ്പിലയും കൂടി ഇട്ടു.